ഒട്ടുമിക്ക ആളുകളുടെയും മുഴുവൻ ജീവിത സമ്പാദ്യത്തെക്കാൾ കൂടുതൽ വില വരുന്ന ഒരു വാച്ച് ധരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അസാധ്യമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ കേട്ടോളൂ, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ടോപ്പ് വാച്ചുകളുടെ ലോകത്തേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് 458 കോടി രൂപ വിലമതിക്കുന്ന ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ ആണ്. ഇതൊരു വാച്ച് മാത്രമല്ല, ആത്യന്തികമായ ആഡംബരത്തിന്റെ പ്രതീകം കൂടിയാണ്. 110 കാരറ്റ് ഡയമണ്ട് കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ഒരു മിന്നുന്ന ഐറ്റം തന്നെയാണ്. ഒരു ടൈം പീസ് എന്നതിലുപരി ഒരു ബ്രേസ്ലെറ്റായും ഇതിനെ ഉപയോഗിക്കാൻ ഇതിന്റെ ഭംഗി അനുവദിക്കുന്നു. അടുത്തതായി ഉള്ളത് 416 കോടി രൂപ വില വരുന്ന ഗ്രാഫ് ഡയമണ്ട്സ് ദി ഫാസിനേഷൻ ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതിൽ 152.96 കാരറ്റ് വൈറ്റ് ഡയമണ്ട്സും സെൻട്രൽ ഡയലായി 38.13 കാരറ്റ് പിയർ ആകൃതിയിലുള്ള അപൂർവ ഡയമണ്ട്സും ഉണ്ട്. ഇതിന്റെ മധ്യഭാഗം നീക്കം ചെയ്യാനും മോതിരമായി ധരിക്കാനും കഴിയും. അതിനാൽ ഇത് ഒരു അതിശയകരമായ വാച്ച് മാത്രമല്ല, ഒരു രഹസ്യ ആഭരണ നിധി കൂടിയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് പട്ടേക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചെയിൻ റൈഫാണ്. 258 കോടി രൂപ വിലയുള്ള ഈ വാച്ച് 2014 ബ്രാൻഡിന്റെ 175 വാർഷികത്തിന്റെ ഭാഗമായാണ് സൃഷ്ടിച്ചത്. റിവേഴ്സിബിൾ കേസും 2 ഡയലുകളും ഉൾപ്പെടെ 20 വ്യത്യസ്തതകളുള്ള ഇത് പാറ്റേക് ഫിലിപ്പ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ വാച്ചാണ്. നാലാം സ്ഥാനത്തുള്ളത് 249 കോടി രൂപ വിലമതിക്കുന്ന ബ്രെഗറ്റ് ഗ്രാൻഡെ കോംപ്ലിക്കേഷൻ മേരി ആന്റോനെറ്റയാണ്. ഫ്രഞ്ച് രാജ്ഞിയായ മേരി ആന്റോനെറ്റിന് വേണ്ടി അവളുടെ കാമുകന്മാരിൽ ഒരാളാണ് ഈ വാച്ച് ആദ്യം നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പെർപെച്വൽ കലണ്ടർ, മിനിറ്റ് റിപ്പീറ്റർ എന്നിവയും അതിലേറെയും ഉൾപ്പെടെയുള്ള രഹസ്യങ്ങളാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത്. ബ്രെഗ്വറ്റ് ഗ്രാൻഡെ കോംപ്ലിക്കേഷൻ വെറും ഒരു വാച്ച് എന്നതിനപ്പുറം രാജകീയ പദവി, ചാരുത, ശക്തി എന്നിവയുടെ പ്രതീകം കൂടിയായിരുന്നു. ഇത് പൂർത്തിയാക്കാൻ 40 വർഷത്തിലേറെ എടുത്തു എന്നതാണ് ഇതിനെ കൂടുതൽ അത്ഭുതകരമാക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് 216 കോടി രൂപ വിലമതിക്കുന്ന ജേഗറിലെ കൗച്ചർ ജോയിലറെ 101 മാഞ്ചറ്റയാണ്. വാച്ചിന്റെ ഫേസിന് ചുറ്റും ഡയമണ്ടുകളാണ്. എലിസബത്ത് രാജ്ഞിയെ പോലുള്ളവർക്ക് ധരിക്കാനായാണ് ഇത് നിർമ്മിച്ചത്. അതായത് തികച്ചും ഒരു റോയൽ വാച്ച് എന്ന് തന്നെ ഇതിനെ വിളിക്കാൻ സാധിക്കും. ആറാം സ്ഥാനത്ത് വീണ്ടും മറ്റൊരു പാറ്റേക് ഫിലിപ്പ് ഹെൻറി ഗ്രേവ്സ് സൂപ്പർ കോംപ്ലിക്കേഷൻ ആണ്. 216 കോടി രൂപ വില വരുന്ന ഈ വാച്ച് ന്യൂയോർക്ക് ബാങ്കർ ഹെൻറി ഗ്രേവ്സിന് വേണ്ടി ഇഷ്ടാനുസൃതമായി നിർമ്മിച്ചതാണ്. ന്യൂയോർക്ക് നഗരത്തിന് മുകളിലുള്ള രാത്രി ആകാശം കാണിക്കുന്ന ഒരു ആകാശ ചാർട്ട് ഉൾപ്പെടെ 24 വ്യത്യസ്തതകൾ ഇതിനുണ്ട്. ഇതൊരു വാച്ച് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ കഥയും നിങ്ങളോട് പറയുന്ന ഒരു കലാസൃഷ്ടിയാണ്. ഏഴാം സ്ഥാനത്തുള്ളത് 208 കോടി രൂപ വിലമതിക്കുന്ന ചോപ്പാർട്ട് 201 കാരറ്റ് ആണ്. 200 കാരറ്റിലധികം ഡയമണ്ടുകളുള്ള ഒരു മികച്ച പീസാണിത്. 12 കാരറ്റ് പിങ്ക് ഡയമണ്ട്, 15 കാരറ്റ് ബ്ലൂ ഡയമണ്ട്, 11 കാരറ്റ് വൈറ്റ് ഡയമണ്ട് എന്നിവയുൾപ്പെടെ 15 വജ്രങ്ങളുണ്ട് ഇതിൽ. എട്ടാം സ്ഥാനത്തുള്ളത് 155 കോടി രൂപ വില വരുന്ന റോളക്സ് പോൾ ന്യൂമാൻ ഡെഡോണ റഫാണ്. ഈ വാച്ചിനെ 2017 ലേലം ചെയ്ത് ടെലിഫോൺ ബിറ്റ് വഴി വാച്ച് പുതിയ ഉടമയെ കണ്ടെത്തുന്നതിന് വെറും 12 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ലോകത്തെ പ്രശസ്തമായ വാച്ച് കമ്പനി എന്ന നിലയിൽ മാത്രമല്ല, ആഗോള തലത്തിൽ ഏറ്റവും പ്രശസ്തമായ ആഡംബര ബ്രാൻഡുകളിൽ ഒന്ന് എന്ന നിലയിലും റോളക്സിന്റെ പദവി കണക്കിലെടുക്കുമ്പോൾ ഈ വിൽപ്പനയിൽ അതിശയിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഒൻപതാം സ്ഥാനത്തുള്ളത് ജേക്കബ് ആൻഡ് കോ ബില്യനെയർ വാച്ചാണ്. ഇത് 189 കാരറ്റ് ഡയമണ്ടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ്. 167 ചെറിയ ഭാഗങ്ങളും 18 ആഭരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അതിന്റെ സങ്കീർണമായ മെക്കാനിക്സ് അത്ഭുതകരം തന്നെയാണ്. 18 കാരറ്റ് വൈറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ ബ്രേസ്ലെറ്റ് പോലും ഒരു കലാസൃഷ്ടിയാണ്. 10ാം സ്ഥാനത്തുള്ളത് പാറ്റേക് ഫിലിപ്പ് റഫ് 1518 ആണ്. സ്വർണത്തിനു പകരം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാച്ച് പാറ്റേക് ഫിലിപ്പിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തെ പ്രതിനിധീകരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കുറച്ച് തിളക്കം കുറവാണെങ്കിലും ആഡംബര വാച്ചുകളിൽ ഇത് അപൂർവമാണ്. ഇത് ഈ വാച്ചിനെ സ്പെഷ്യൽ ആക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടോപ്പ് 10 വാച്ചുകൾ. ഈ വാച്ചുകൾ സമയം പറയുക എന്നതിനപ്പുറം ആഡംബരത്തിന്റെയും കരകൗശലത്തിന്റെയും ചരിത്രത്തിന്റെയും കഥ പറയുന്നതാണ്.
ഇതിൽ നിങ്ങൾക്ക് ധരിക്കാൻ താല്പര്യമുള്ള വാച്ച് ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.